പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. നാം വചനാധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വിശുദ്ധിയാണ്. യേശുവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന നമുക്ക് ഈ ലോക ജീവിത യാത്രയിൽ വിശുദ്ധിയാണ് ആർജിച്ചെടുക്കേണ്ടത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു വിശുദ്ധർ. ആ വിശുദ്ധരെല്ലാവരും വിശുദ്ധിയിൽ ജീവിച്ചപ്പോഴാണ് വിശുദ്ധരായി മാറിയത്. വിശുദ്ധിയിൽ അവർ വചനത്തെ അധിഷ്ഠിതമാക്കിയ ഒരു ജീവിതം നയിച്ചു. അപ്പോൾ അവർ വിശുദ്ധരായി മാറി. നമ്മുടെ ജീവിതയാത്രയിലും വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്കും വിശുദ്ധരായി മാറാൻ സാധിക്കും. ഹെബ്രായർ 12:14-15 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. അശുദ്ധിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തെ കബളിപ്പിക്കാനും നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് പറയുകയാണ്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക. അതായത് നമ്മുടെ ഹൃദയത്തിലുള്ള അശുദ്ധി മാറ്റിയാലാണ് നമുക്ക് വിശുദ്ധി ലഭിക്കുകയുള്ളൂ. ധനമോഹവും ഈ ലോക ആഡംബരങ്ങളോടുള്ള താല്പര്യങ്ങളും ലോകമോഹങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നാം അത്യധികമായി ആഗ്രഹിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. റോമ 13:13 തിരുവചനം പറയുന്നുണ്ട്, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-18-19 തിരുവചനങ്ങളിലോ നാം കാണുന്നത്, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുശ്ചിന്തകൾ, പരസംഗം, കൊലപാതകം, മോഷണം, വ്യഭിചാരം, കള്ളസാക്ഷ്യം, പരദൂഷണം ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ജെറമ്യ 17:9 നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് പറയാണ്, നമ്മുടെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്, വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ കീറേണ്ടത്? ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് നാം നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് പാപമാലിന്യങ്ങളെ നീക്കം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കും. കർത്താവ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ് എന്ന്. യോഹന്നാൻ 1:1 നാം കാണുന്നത് ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയുമുണ്ട്. ജെറമിയ 23:29 കർത്താവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ എന്ന്. എത്ര കഠിന ഹൃദയം നമുക്കുണ്ടായാലും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചാൽ ആ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെ നമ്മുടെ ഹൃദയത്തെ തകർത്ത് നമ്മുടെ മാലിന്യങ്ങളെല്ലാം മാറ്റി നിർമ്മലവും വിശുദ്ധവുമായൊരു ഹൃദയമാക്കി മാറ്റും. ഹെബ്രായർ 4:12 പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവം തൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ തെറ്റുകൾ തിരുത്താനാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി.
2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിൽ കാണുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് അവൻ പ്രാപ്തനാകുകയും ചെയ്യുന്നു. യോഹന്നാൻ 15:3 യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എന്തുകൊണ്ടാണ് നാം പാപം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ വീണുപോകുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഇല്ലാത്തതുകൊണ്ടാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12:24 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. യോഹന്നാൻ 5:38 പരിശുദ്ധാത്മാവ് പറയുന്നു, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വചനം വസിക്കുന്നില്ല. അതിനാൽ നാം നമ്മുടെ ഹൃദയത്തിൽ വചനം സൂക്ഷിക്കുകയാണെങ്കിൽ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിച്ച് വിശുദ്ധിയിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.